പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഒരു മരുഭൂമിയെപ്പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? മണലാരണ്യം ഒരു മരുഭൂമിയിലുള്ളതായി തോന്നുന്നുണ്ടോ? പക്ഷേ കടലിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഇത് കടൽ തന്നെയാണ്. കടൽക്കരയിലുള്ള മണലാണ് ഈ കാണുന്നത്. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ദൈവം നിങ്ങൾക്കൊരു നല്ല വാഗ്ദാനം നൽകുന്നു. അതെന്താണെന്നറിയാമോ? യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതാണ് ദൈവം പറയുന്നത്. ഐ വിൽ ഗീവ് മൈ പീസ് അൺടു യു. എന്റെ സമാധാനം. യേശു ക്രിസ്തു, അവൻ കർത്താവാണ്, അവൻ ദൈവമാണ്. അവൻ തന്റെ സമാധാനത്തെ നമുക്ക് നൽകുകയാണ്. അതിന്റെ പേരാണ് ദൈവസമാധാനം, ഡിവൈൻ പീസ്. ഈ സമാധാനമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആത്മീക ശാന്തതയും സ്വസ്ഥതയും എന്ന അനുഗ്രഹത്തെ കൊണ്ടുവന്ന് തരുന്നത്. ഈ സമാധാനം പണം കൊണ്ട് നേടാൻ സാധിക്കില്ല, പുകഴ്ച കൊണ്ട് നേടാനാകില്ല, പദവി കൊണ്ട് നേടാനാവില്ല, പണം കൊടുത്തും വാങ്ങാനാവില്ല. അതിനുവേണ്ടി പലതവണ ശ്രമിച്ച് എത്രയോ പേർ വഞ്ചിക്കപ്പെട്ടിട്ടേയുള്ളൂ. ഈ സമാധാനം ദൈവം നമുക്ക് നൽകുന്ന ഒരു സൗജന്യമായ ദാനമാണ്, ഒരു ഗിഫ്റ്റ്. ഈ സമാധാനത്തെ യേശുവിനെ നൽകാനാകൂ, കാരണം അവൻ സമാധാനത്തിന്റെ ദൈവമെന്ന് ഒരു പേരുണ്ട്. സമാധാനത്തിന്റെ ദൈവമായി ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ മനുഷ്യനായി ലോകത്തിൽ ജനിച്ചപ്പോൾ അവന് സമാധാന പ്രഭു എന്ന് പേര് നൽകപ്പെട്ടു. ഈ സമാധാനത്തെ നമുക്ക് നൽകുവാനായി അവൻ കുരിശിൽ തന്നെ ബലിയർപ്പിച്ച് നമുക്ക് സമാധാനത്തെ ഉണ്ടാക്കി തന്നുവെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അവന് മാത്രമേ യഥാർത്ഥ സമാധാനത്തെ നൽകാൻ സാധിക്കൂ. എന്റെ സമാധാനത്തെ നിനക്ക് നൽകുന്നു എന്ന് യേശു പറയുന്നു. എന്ന് പറഞ്ഞാൽ, ഈ സമാധാനത്തെ ഏറ്റുവാങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസ്റ്റർബൻസിനും വരാൻ സാധിക്കില്ല. പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും വന്നാലും ഈ സമാധാനത്തിന് ബാധിപ്പുണ്ടാകില്ല. യേശു കടലിൽ യാത്ര ചെയ്തപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. പടക് മുങ്ങുന്ന സ്ഥിതിയിലായി. എല്ലാവരും ഭയപ്പെട്ടു. യേശുവിന് ഭയമുണ്ടായില്ല. സമാധാനം. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. യേശുവിനെ ഒരാൾ കാണിച്ചു കൊടുക്കുന്നു, യൂദാസ് ഇസ്കാരിയോത്ത്. കൂടെയിരുന്ന ഒരാൾ കാട്ടിക്കൊടുത്താൽ നമ്മൾ ശരിക്കും ചഞ്ചലപ്പെടും. നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകുന്നതാണ്. യേശു ഭയപ്പെട്ടില്ല. അവന്റെ സമാധാനവും ബാധിക്കപ്പെട്ടില്ല. അവന്റെ പേരിൽ കള്ള ആരോപണങ്ങൾ ചുമത്തുന്നു. അവനെ തെറ്റായി കുറ്റപ്പെടുത്തുന്നു. അവനെ കൊല്ലണമെന്ന് പറഞ്ഞവർ വെറിപിടിച്ച് നിൽക്കുകയാണ്. യേശു ശാന്തനായി നിൽക്കുന്നു. അവൻ ചഞ്ചലപ്പെട്ടില്ല. സമാധാനം നഷ്ടമായില്ല. അപ്പോഴും ശാന്തത. അവൻ തനിച്ചു കുരിശിൽ തൂങ്ങിക്കിടന്നു. അവനെ അപമാനിക്കത്തക്ക വിധത്തിൽ പരിഹസിക്കുകയുണ്ടായി. അപ്പോഴും അവൻ ശാന്തനായി തന്നെയിരുന്നു. എത്രയോ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഏകാന്തതയിലാക്കപ്പെട്ട സ്ഥിതിയിലും അവന്റെ സമാധാനത്തിന് ഒരു ഇളക്കവും ഉണ്ടായിരുന്നില്ല. അതാണ് യേശുക്രിസ്തു നൽകുന്ന യഥാർത്ഥ ദൈവ സമാധാനം. അതാണ് പറയുന്നത്, എന്റെ സമാധാനത്തെ നിനക്ക് നൽകുന്നു എന്ന്. ഈ സമാധാനം നിങ്ങൾക്ക് വേണോ? വളരെ സിമ്പിൾ. സമാധാന പ്രഭുവായ യേശുവെ എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവൻ ഹൃദയത്തിൽ വന്നാൽ ആ സമാധാനം ഉണ്ടാകും. അത്ര തന്നെ. വേറൊന്നും ആവശ്യമില്ല. നിങ്ങൾ യേശുവേ, കർത്താവേ, എന്റെ ഹൃദയത്തിൽ വരേണമേ, ഈ സമാധാനത്തെ എനിക്ക് തരയണമേ, എന്റെ ഉള്ളിൽ എപ്പോഴും ആത്മീക ശാന്തതയും സമാധാനവും ഉണ്ടാവണം എന്ന് അവനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ യേശു ആ സമാധാനത്തെ സൗജന്യമായി തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തന്നെത്താൻ ബലിയർപ്പിച്ചവനാണവൻ. ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ സമാധാനം മുൻപ് തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം പറയൂ. ഈ സമാധാനത്തെ തന്ന യേശുവിന് സ്തോത്രം പറയൂ. നമുക്ക് പ്രാർത്ഥിക്കാമോ? പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് സമാധാനം നൽകാനായി കുരിശിലങ്ങയെ ബലിയർപ്പിച്ചുവല്ലോ. എനിക്ക് നൽകിയ സമാധാനത്തിനായി സ്തോത്രം. ഈ ദൈവിക സമാധാനം തങ്ങൾക്ക് വേണമെന്ന് ആരൊക്കെയാണ് അപേക്ഷിക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് പ്രവേശിച്ച് ഈ യഥാർത്ഥ ദൈവിക സമാധാനത്തെ നൽകി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.